LDF കൺവീനർ EP ജയരാജൻ BJPയുമായി ചർച്ച നടത്തിയെന്ന് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ. ഗൾഫിൽ വെച്ചായിരുന്നു ആദ്യത്തെ ചർച്ച എന്നും BJP നേതാക്കളായ രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനും ചർച്ചയുടെ ഭാഗമായെന്നും കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സുധാകരൻ ആരോപിച്ചു. BJPയിലേക്ക് പോകാൻ നിൽക്കുന്നത് EP ജയരാജനാണ്. ശോഭാ സുരേന്ദ്രൻ മുഖാന്തരമാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും ഭീഷണി ഉണ്ടായതോടെ തൽക്കാലം പിന്നോട്ട് പോകുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി എന്താണെന്ന് അറിയില്ല. ഗൾഫിൽ വെച്ചായിരുന്നു ചർച്ച നടന്നത്. എപ്പോഴാണ് ചർച്ച നടത്തിയെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും ഒരു ഗവർണർ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടന്നുവെന്നേ എനിക്കറിയൂ എന്നും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. MV ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ EP അസ്വസ്ഥനാണ്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം നിരാശനായിരുന്നു. പിണറായി വിജയനായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമില്ല, സുധാകരൻ പറഞ്ഞു. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. EP ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്ന് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് ആരാ CPM ഇവരെ BJPക്കാരെ എന്നെ വിമർശിക്കുന്നവരാരാ? ഗോവിന്ദ മാഷുണ്ടോ? ഗോവിന്ദ മാഷ അടുത്ത ദിവസം എല്ലാം ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ? 6 മാസമായിട്ട് പുള്ളിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. EP 6 മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെയൊന്നും BJPയിലേക്ക് പോകുന്നു? ഞാനെന്ത് പഴിച്ചിട്ടാ നിങ്ങൾ ഈ പോകുന്നു പറയുന്നതിന്റെ പൊരുള്? ആരെ ചർച്ച? ഗൾഫിൽ വെച്ചാണ് നടത്തിയത്. ഈ തൃശ്ശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് അതുണ്ടാകാം. പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച നടന്നത്. ഗൾഫിലാണ്. അത് പിന്നീട് പറയാം. അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തും അങ്ങ് പോയില്ല. നിങ്ങൾ പോയാൽ പിന്നെ വരില്ല. അതിനൊരു മധ്യവർത്തിയുണ്ട്. മധ്യവർത്തി തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ്. മധ്യവർത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയല്ല. ഒരു ഗവർണർ സ്ഥാനത്തെ കുറിച്ച് ചർച്ച നടത്തുമെന്ന് മാത്രമേ എനിക്കറിയാം. മഹാരാഷ്ട്രയാണോ അല്ല വേറെ ഏതാണെന്ന് അറിയില്ല. ഗവർണർ സ്ഥാനത്തെ കുറിച്ചാണ് ചർച്ച നടത്തിയത്. രാജശേഖർ അടക്കം ചർച്ച നടത്തിയപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചിട്ടുണ്ടാവും പാവം. കെ സുധാകരന്റെ ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. താൻ ദുബായിൽ പോയത് മന്ത്രിയായിരുന്നപ്പോഴാണ് എന്ന് EP ജയരാജൻ പറഞ്ഞു. സുധാകരനാണ് BJPയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. നേരത്തെ സുധാകരൻ BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടി നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവാരമില്ലാത്ത ചില ആളുകൾ പാർട്ടി നേതൃത്വങ്ങളിലുണ്ട്. അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഉത്തരം പറയാൻ നിർബന്ധിക്കരുത്. നേരത്തെ BJPയിലേക്ക് പോകാൻ വണ്ടി കയറി ചെന്നൈയിലെത്തിയതാണെന്നും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് തിരിച്ചയക്കുകയായിരുന്നുവെന്നും EP ജയരാജൻ പറഞ്ഞു. കെ സുധാകരൻ BJPയിലേക്ക് പോകാൻ എത്ര തവണ ശ്രമം നടത്തിയെന്നും EP ജയരാജൻ ചോദിച്ചു. അമിത്ഷായെ കണ്ട് BJPയിൽ പോകാൻ സുധാകരൻ നീക്കം നടത്തി. ചെന്നൈയിലെ BJP നേതാവ് രാജ ക്ഷണിച്ചെന്ന് സുധാകരൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. BJPയിലേക്ക് പോകാൻ സുധാകരൻ തയ്യാറെടുത്തു കഴിഞ്ഞു. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച സുധാകരൻ ഇന്നലെ മരുന്ന് കഴിച്ചില്ലെന്ന് തോന്നുന്നു. അതാണ് താൻ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞതെന്നും EP പറഞ്ഞു. എനിക്ക് BJPയിൽ പോകേണ്ട ആവശ്യമില്ല. ഞാൻ RSSകാർക്കെതിരെ പോരാടി വന്ന നേതാവാണ്. അവർ എന്നെ പല തവണകളായി വധിക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ ദുബായിൽ പോയിട്ട് വർഷങ്ങളായി.
മന്ത്രിയായപ്പോഴാണ് അവസാനം പോയത്. നിലവാരമില്ലാത്തവർ പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കരുതെന്നും ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ച 2 പേരും RSSുകാരാണ്. സുധാകരനെ എന്നോട് പക തീർന്നിട്ടില്ല. മാധ്യമങ്ങൾ മാന്യത തെളിയിക്കാൻ നിലപാട് സ്വീകരിക്കണം. ഇത്തരം ആരോപണങ്ങളെ അവഗണിക്കണം. ആരോപണത്തിൽ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കും. വക്കീൽ നോട്ടീസ് അയക്കും. ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല. പറഞ്ഞതൊക്കെ അവരോട് ചോദിക്കണമെന്നും ശോഭാ സുരേന്ദ്രനുമായി യാതൊരുവിധ പരിചയമില്ലെന്നും രാജീവ് ചന്ദ്രശേഖറുമായി യാതൊരുവിധ ബന്ധമില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ഞാനെന്തോ BJPയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു BJPയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി അവരുമായി അടുപ്പമുള്ള ഒരാളായി, കാരണം BJP RSS നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. എനിക്ക് BJPയിലേക്കും RSSിലേക്കും പോകേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ അവർക്കെതിരെ പൊരുതി വന്നവനാണ്. എന്നെ കൊല്ലാൻ നിരവധി തവണ RSSകാർ ബോംബെറിഞ്ഞതാണ്. പാനൂരിൽ വെച്ച് ഒരു തവണയല്ല 3 തവണ എന്നെ ബോംബെറിഞ്ഞതാണ്. ഒരു തവണ ഞാൻ ബോംബെറിഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രിയിലായിരുന്നു. 3 തവണ എന്നെ വധിക്കാൻ ബോംബെറിഞ്ഞ് നടന്നിട്ടുള്ള RSS BJP ആ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് തോന്നുന്ന അൽഷിമേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ട്. എന്തോ ഒരു തകരാറുണ്ട്. ഈ തകരാറ് കൊണ്ടെല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ആദ്യം സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക്, ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കൂ, മരുന്ന് കൃത്യമായി കഴിക്കൂ, ഓർമ്മശക്തി തിരിച്ചു പിടിക്കൂ, സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ. ഇതിന് പറഞ്ഞതെന്താ, ഞാൻ ദുബായിൽ പോയി ആരോ കാണാൻ. ഞാൻ ദുബായിൽ പോകാൻ വർഷങ്ങളായി. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയത്. എന്ത് ദുബായിൽ പോകാൻ? എനിക്ക് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിലവാരം കുറഞ്ഞിട്ടുള്ള ചിലരുണ്ടാകും. ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും നേതൃത്വ രംഗത്തൊക്കെ പ്രത്യേക പരിഗണന വെച്ച് കടന്നു വന്നിട്ടുണ്ടാകും. അവരുടെ നിലവാരത്തിലേക്കൊന്നും ഞങ്ങളെ കണക്കാക്കണം. അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ദയവ് ചെയ്ത് ഞങ്ങളടുത്ത് കൊണ്ട് ചോദിക്കും. നിലവാരമില്ലാത്തവരെ നിലവാരമില്ലാത്തവരായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്.